പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് വൈറ്റ് സിക്സിനെ സംബന്ധിച്ചാണ്. ബോ ഡാലസ് നേതൃത്വം കൊടുക്കുന്ന വൈറ്റ് സിക്സിനെ സ്മാക്ഡൗണിലേക്ക് മാറിയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈറ്റ് സിക്സിൻ്റെ ലീഡറായ ബോ ഡാലസിന് സംഭവിച്ച ഇഞ്ചുറിയിൽ നിന്ന് മുക്തമാകാൻ എടുത്ത ഒരു സമയമാണ് വൈറ്റ് സിക്സിനെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചത്. നിലവിൽ ബോ ഡാലസിൻ്റെ ഇഞ്ചുറി എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് സിക്സിൻ്റെ തിരിച്ചുവരവ് ഇനി എന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. വൈറ്റ് സിക്സിൽ അംഗമായിക്കൊണ്ട് റിട്ടേൺ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച അലക്സ ബ്ലിസ് തിരികെ വന്നു. എന്നാൽ വൈറ്റ് സിക്സിൻ്റെ യാതൊരുവിധ ഗ്ലിച്ചുകളും മറ്റ് അപ്ഡേറ്റുകളും അലക്സ ബ്ലിസിൻ്റെ മത്സരങ്ങൾക്കിടയിലോ സെഗ്മെൻറ്റുകൾക്കിടയിലോ അവർ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ വൈറ്റ് സിക്സിനെ ഇനി എങ്ങനെയാണ് തിരികെ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് പലരും ഒരു സംശയം പോലെ ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന ഒരു റൂമർ അനുസരിച്ച് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ വൈറ്റ് സിക്സ് അപ്പിയർ ചെയ്യാൻ സാധ്യത കൂടുതലാണെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മെയ് 23 ബ്രേ വൈറ്റിൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് മെയ് 21 ഇന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ബ്രേ വൈറ്റിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്രേ വൈറ്റിനും കൂടി ട്രിബ്യൂ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺ വൈറ്റ് സിക്സിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിയാൽ അത് നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പ് തിരികെ വൈറ്റ് സിക്സ് ഫാക്ഷൻ്റെ സ്റ്റോറി ലൈനിലേക്ക് എത്തിക്കും. ബ്രേ വൈറ്റിന് ട്രിബ്യൂ കൊടുക്കുന്ന രീതിയിൽ ചില ഭാഗങ്ങളൊക്കെ ബ്രേ വൈറ്റിൻ്റെ ആ ഒരു റാന്തൽ അല്ലെങ്കിൽ ബ്രേ വൈറ്റ് യൂസ് ചെയ്യാറുള്ള ചെയർ അതൊക്കെ യൂസ് ചെയ്താൽ അവർക്ക് നല്ലൊരു ശ്രദ്ധ പിന്നെയും പിടിച്ചു പറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വൈറ്റ് സിക്സിൻ്റെ ഒരു തിരിച്ചുവരവിന് സാധ്യതകളുണ്ട്. വൈറ്റ് സിക്സ് അങ്ങനെ തിരികെ വരികയാണെങ്കിൽ അത് അലക്സ ബ്ലിസും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയുടെ ഭാഗം ആയിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അലക്സ ബ്ലിസ് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള സെഗ്മെൻറ്റുകളും നമുക്ക് വൈറ്റ് സിക്സ് അലക്സ ബ്ലിസ് തുടങ്ങിയവരുടെ ഭാഗത്തു നിന്ന് സ്മാക്ഡൗണിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വൈറ്റ് സിക്സിൻ്റെ തിരിച്ചുവരവിന് കാത്തിരിക്കുന്ന എത്ര കൂട്ടുകാരുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇപ്പോൾ പരിക്ക് കാരണം മാറി നിൽക്കുന്ന ബ്രോൺസൺ റീഡ് എന്ന് പറയുന്ന മുൻ NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ വർഷത്തെ വാർ ഗെയിംസ് മത്സരത്തിന് ഇടയിലാണ് ബ്രോൺസൺ റീഡിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റുന്നത്. ഒരു ഹൈ റിസ്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ബ്രോൺസൺ റീഡിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റിയത്. അന്നേ ബ്രോൺസൺ റീഡിൻ്റെ ഇഞ്ചുറി ടൈമിനെ സംബന്ധിച്ച് നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നത് 6 മാസമെങ്കിലും മാറി നിൽക്കേണ്ടി വരും എന്നുള്ള തലത്തിലായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു 6 മാസം പൂർത്തിയാകാൻ വേണ്ടി പോകുകയാണ്. താരത്തിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് ബ്രോൺസൺ റീഡ് തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ ഇപ്പോൾ അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് അദ്ദേഹം റിക്കവറി എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് താൻ ഉടനെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട്, കൂടാതെ തൻ്റെ ഇപ്പോഴത്തെ ഭാഗങ്ങൾ, അതായത് ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള താൻ ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങൾ അത് ഇപ്പോൾ മറ്റ് റെസ്ലേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരെ തനിക്ക് തിരിച്ചടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചുവരവ് ഉടനെ എന്ന് പറഞ്ഞ് ബ്രോൺസൺ റീഡ് തന്നെ പോസ്റ്റ് പങ്കുവെക്കുന്നുണ്ടെങ്കിൽ താരം ഇഞ്ചുറി എല്ലാം മാറി തിരികെ വരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ആഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന ഈ സ്പെഷ്യൽ എപ്പിസോഡിന് ശേഷം ബ്രോൺസൺ റീഡിൻ്റെ തിരിച്ചുവരവ് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ്. ബ്രോൺസൺ റീഡ് അദ്ദേഹത്തിൻ്റെ WWE കരിയറിൽ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് വാർ ഗെയിംസ് മത്സരത്തിനിടയിൽ ഇഞ്ചുറി നേരിടേണ്ടി വന്നത്. ആ ഇഞ്ചുറി സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ സെത്ത് റോളിൻസുമായിട്ട് ഡിസംബർ മാസത്തിൽ ബ്രോൺസൺ റീഡിനൊരു മത്സരം ഉണ്ടായിരുന്നു. അത് സെത്തിൻ്റെയും ബ്രോൺസൺ റീഡിൻ്റെയും സ്റ്റോറിയിലെ അവസാന മത്സരമായിട്ട് അവർ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ബിഗ് സ്റ്റോറിയായിരുന്നു. അത് സെത്ത് തന്നെ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയതാണ്. പക്ഷേ ബ്രോൺസൺ റീഡിന് നേരിടേണ്ടി വന്ന ഇഞ്ചുറി താരത്തിൻ്റെ എല്ലാ പുഷുകളെയും ബാധിച്ചു. ഇനി തിരികെ വന്നാൽ ആ ഒരു ഇഞ്ചുറി പറ്റി മാറി നിൽക്കുന്ന സമയത്ത് ലഭിച്ചിരുന്ന അതേ ഒരു പ്രാധാന്യം കിട്ടുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആരാധകർ ഉള്ളത്. റീഡ് തിരികെ വന്നാൽ WWE പഴയ പോലെ അദ്ദേഹത്തെ മോൺസ്റ്റർ ആക്കിയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണോ വിഷമകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണോ എന്ന് എങ്ങനെ പറയണം എന്നുള്ളത് അറിയില്ല. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മരണപ്പെട്ട WWE എക്കാലത്തെയും മികച്ച ക്രിയേറ്റീവ് മൈൻഡുള്ള സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ ബ്രേ വൈറ്റിൻ്റെ മകന് ഇന്നലെ 6 വയസ്സ് തികയുകയുണ്ടായി. അപ്പോൾ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ കുട്ടി ഒരു ഡ്രസ്സ് ധരിച്ച് വരണമല്ലോ. ആ കുട്ടി ആവശ്യപ്പെട്ടത് തൻ്റെ അച്ഛൻ്റെ ബ്രേ വൈറ്റിൻ്റെ ഏറ്റവും പ്രശസ്ത റെസ്ലിംഗ് ഗിയറായ ദ ഫീൻഡിൻ്റെ മാസ്ക്, അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് അത് തനിക്ക് വേണം എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയ ഫീൻഡിൻ്റെ മാസ്കും ആ ഒരു കോസ്റ്റ്യൂംസും ഒക്കെ യഥാർത്ഥത്തിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഡിസൈനർ ആ കുട്ടിയുടെ ഹൈറ്റിനും വെയ്റ്റിനും അനുസരിച്ച് ആ ഒരു കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്യുകയും കൊടുക്കുകയും ചെയ്തു. ആ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതും ബർത്ത്ഡേ പാർട്ടിയിൽ ഉടനീളം ആ ഒരു കുട്ടി പങ്കെടുക്കുന്നതും ഈ ഒരു കോസ്റ്റ്യൂം ധരിച്ചുകൊണ്ടാണ്. ബ്രേ വൈറ്റിൻ്റെ സഹോദരൻ WWE സൂപ്പർ സ്റ്റാറായ വൈറ്റ് സിക്സിൻ്റെ ലീഡറും കൂടിയായ ബോ ഡാലസ് അടക്കം ആ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ആക്റ്റീവായിരുന്നു. ഈ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞാൽ
കഴിഞ്ഞാൽ ദ ഫീൻഡിൻ്റെ രണ്ടാമത്തെ വെർഷൻ ആയിക്കൊണ്ട് WWE ഈ കുട്ടിയിലൂടെ ബ്രേ വൈറ്റ് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ ഒരു സ്റ്റോറി ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ നമുക്ക് കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം നമുക്കത് കാണാൻ സാധിച്ചേക്കാം. കാണാൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഉള്ളത്. ബ്രേ വൈറ്റ് നമ്മളെ സംബന്ധിച്ച് കുറേയധികം ഓർമ്മകൾ സമ്മാനിച്ച WWE സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തിൻ്റെ മകന് ഇത്രയും വലിയൊരു ആഗ്രഹം ഉണ്ട്. അത് മറ്റുള്ള വ്യക്തികളെല്ലാവരും ചേർന്ന് അത് സാധിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കും കൂടി ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റെയിൻസ് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ മണി ഇൻ ദ ബാങ്ക് ലാഡർ മത്സരങ്ങളിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ ക്യാരക്ടർ MITB ലാഡർ മത്സരങ്ങൾക്ക് അനുയോജ്യമായിട്ടല്ല WWE ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഏക ഉത്തരം മാത്രമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് വിജയിച്ച റെസ്ലേഴ്സിൻ്റെ ഒരു ചരിത്രം, അവരുടെ കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 80% അത് വില്ലന്മാരായിട്ടുള്ള റെസ്ലേഴ്സാണ് വിജയിച്ചിട്ടുണ്ടായിരിക്കുക. ഈ വില്ലന്മാരിൽ തന്നെ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്ന റെസ്ലേഴ്സിനാണ് അത് ക്യാഷ് ഇൻ ചെയ്യാനുള്ള, സക്സസ്ഫുള്ളായിട്ട് ക്യാഷ് ഇൻ ചെയ്യാനുള്ള ഒരു അവസരം WWE കൊടുക്കാറുള്ളൂ. ഓസ്റ്റിൻ തിയറി, ദ മിസ്, CM പങ്ക്, ജാക്ക് സ്വാഗർ, ആൽബർട്ടോ ദെൽ റിയോ, ഡോൾഫ് സിഗ്ലർ ഇവരൊക്കെ മറ്റുള്ള ഒരു റെസ്ലേഴ്സിനെതിരെ അവർ ആക്രമണം നേരിട്ട് കിടക്കുന്ന ഒരു സമയത്ത് പോയിട്ട് ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യൻ ആകാൻ വേണ്ടി ശ്രമിച്ചവരോ അല്ലെങ്കിൽ ചാമ്പ്യൻ ആയിട്ടുള്ളവരോ ആണ്. അവിടെയാണ് റോമൻ റെയിൻസിൻ്റെ ക്യാരക്ടർ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വരാത്തത്. റോമൻ റെയിൻസിൻ്റെ ഇൻഡിവിജ്വൽ കരിയർ ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹം ടോപ്പ് ഫേസ് ക്യാരക്ടറായിരുന്നു, ഒരു നായകൻ ടൈപ്പായിരുന്നു. നായകന്മാർ ഒരിക്കലും മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് വിജയിക്കാറില്ല. വിജയിച്ചാൽ തന്നെ അവർക്ക് സക്സസ്ഫുള്ളായിട്ട് ക്യാഷ് ഇൻ ചെയ്യാൻ സാധിക്കാറുമില്ല. റോമൻ റെയിൻസ് ട്രൈബൽ ചീഫ് ക്യാരക്ടറിലേക്ക് കടന്ന സമയത്ത് അദ്ദേഹം ഉടനീളം ഒരു ചാമ്പ്യൻ ആയിരുന്നു. ഇപ്പോൾ ചാമ്പ്യൻ അല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് ഒക്കെ വിജയിച്ച് ഒരു ചാമ്പ്യനെതിരെ ക്യാഷ് ഇൻ ചെയ്യും എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഒരിക്കലും മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് വിജയിക്കുന്ന ഒരു റെസ്ലറിന് അനുയോജ്യമായിട്ടുള്ള ഒരു ക്യാരക്ടറാക്കിയിട്ട് WWE ബിൽഡ് ചെയ്തിട്ടില്ല. ഇനി ഒരു പക്ഷേ റോമൻ റെയിൻസ് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് അടുത്ത വർഷമെങ്കിലും വിജയിച്ചു എന്ന് നിങ്ങൾ കരുതുക. ബ്രോക്ക് ലെസ്നറിൻ്റെ ആ ഒരു ബ്രീഫ് കേഴ്സ് വിജയിച്ച ആ ഒരു സമയത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞ ഒരു ബ്രീഫ് കേഴ്സ് വിജയമായിരുന്നു ബ്രോക്ക് ലെസ്നറിൻ്റേത്. അതിനുശേഷം അദ്ദേഹം നടത്തിയ ആ ഒരു റണ്ണും ഏറ്റവും ബ്രോക്ക് ലെസ്നറിൻ്റെ കരിയറിലെ തന്നെ വേസ്റ്റ് മൊമെൻ്റ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന മൊമെൻ്റ് ആയിരുന്നു. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ വർക്കായിരിക്കും പിന്നീട് റോമൻ റെയിൻസ് ബ്രീഫ് കേഴ്സ് വിജയിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഓരോ റെസ്ലേഴ്സിനും എങ്ങനെ ക്യാരക്ടർ ബിൽഡ് ചെയ്യണം എന്നുള്ളത് WWE ക്രിയേറ്റീവ് ടീമിനെ കൃത്യമായിട്ട് അറിയാം. റോമൻ റെയിൻസിൻ്റെ ക്യാരക്ടർ അദ്ദേഹത്തിന് ഒരിക്കലും മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് വിജയിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബ്രീഫ് കേഴ്സ് ക്യാഷ് ശ്രമം പോലും നടത്താൻ സാധിക്കാത്തതോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് റോമൻ റെയിൻസിൻ്റെ കരിയറിൽ അദ്ദേഹം കൂടുതൽ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് മത്സരങ്ങൾക്ക് വേണ്ടി പോലും ഇറങ്ങാത്തത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ 2015 മാത്രമാണ് അദ്ദേഹം ലാഡർ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിനുശേഷമോ അതിനു മുൻപോ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അപ്പോൾ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് റോമൻ റെയിൻസ് വിജയിക്കാത്തതിനുള്ള ഒരു കാരണം ഇതാണ്. കുറച്ചധികം പേര് റോമൻ റെയിൻസ് വിജയിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.